ഹായ്. അങ്ങനെ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാൻ പതിവ് പോലെ മുറ്റത്ത് ഇങ്ങനെ ഇതാ നമ്മളെ സെറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. നല്ല മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ കട്ടയാണ്. തണുപ്പ് എന്ന് പറയാൻ വലിയ അങ്ങനെ ഇല്ലെങ്കിലും ആ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വെച്ചാൽ മഴ അത്യാവശ്യം 2 ദിവസമായിട്ട് കുറവുള്ളതുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ചായ മെല്ലെ മെല്ലെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകേണ്ട സമയം തെറ്റും. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്ന ടൈമിലാണ് ഇതുപോലെ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് അധികം എക്സ്ട്രാ നമുക്ക് കിട്ടണത്. ആ സമയത്ത് ഇങ്ങനെ പുറത്ത് വന്നിരിക്കും. അപ്പോൾ കുറച്ച് മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടി മുറിച്ച് ശരിയാക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഉള്ളി ഇഞ്ചി അത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കറിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് വറുത്തരച്ചിട്ട് വെക്കേണ്ട സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉള്ളി കുറച്ച് എടുത്തിട്ട് വഴറ്റി അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുമ്പം കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യുക. അതിന് ശേഷം തക്കാളി, ഒരു വലിയ തക്കാളി ഒരെണ്ണം എടുത്തിട്ട് അതും കൂടി കീറിയിടുക. ചിലവർ തക്കാളി ഇടത്തില്ല. ഞാൻ ഈ പറഞ്ഞ മീൻ കറിക്കും ചിക്കൻ കറിക്കും എനിക്ക് തക്കാളി ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൽ ഒരു തക്കാളി എടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ വഴറ്റണം. ഇത് നല്ലപോലെ അതിൻ്റെ ഒരു എന്താ പറയുക തക്കാളീൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് മോനോട്ടനൊക്കെ വന്നിട്ട് അമ്മയെ ചായ എന്നൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വെയിറ്റ് ചെയ്യും, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ചായ തരാം. അപ്പം ചായ തണിയാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടിയും പിന്നെ എന്താ പറയുക മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുക. കറക്റ്റ് ടൈമിന് നമ്മൾ ഡബ്ബ ചെയ്യുന്ന സമയം നോക്കിയിട്ട് നമ്മൾ ആശാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അവൻ അവിടെ നിന്ന് കരയായിട്ട്. അങ്ങനെ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം സിമ്മിലിട്ടിട്ട് ചെയ്യണം കേട്ടോ, അല്ലെ കരിഞ്ഞു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പറയണ്ടേന്ന് വിചാരിച്ച് പറഞ്ഞ കേട്ടോ. അപ്പം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഞാനുണ്ടല്ലോ പെട്ടെന്ന് ഈ രാത്രിയൊക്കെ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക അതിന് തന്നെ ഒരു സമയം പോവും നമുക്ക്. അതുകൊണ്ട് ഈ ചില സമയം ലീവുള്ള ദിവസമൊക്കെ നല്ല ഇഷ്ടമാട്ടോ മീൻ മുറിക്കാനും മീനിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമല്ല. അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ആവശ്യത്തിന് പുളി കൂടി പിഴിഞ്ഞൊഴിക്കണം. ചിലവർ കുടംപുളി ഇടും കേട്ടോ. കുടംപുളി വീട്ടിലുണ്ട്, അമ്മമ്മേൻ്റെ അടുത്ത് കുറേ കുടംപുളി ഉണ്ടെങ്കിലും ഞാനിങ്ങനെ വാളംപുളിയാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യുക. എനിക്ക് കുടംപുളി അത്ര പറ്റുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഒരു 2-3 പ്രാവശ്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ എന്തോ ഒരു വയറ്റിൽ പിടിക്കുന്നില്ല, എന്തോ എനിക്കറിയില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി കൂട്ടിയിട്ട് എന്താ ചെയ്യുക, നല്ലപോലെ തീ കൂട്ടി വെക്കുക. അത് ജസ്റ്റ് ഒന്ന് തിളപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീനും കൂടി ഇട്ടിട്ട് ഫൈനൽ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. മീൻ ഇടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ലാസ്റ്റ് നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടലേ. നല്ല കുറുകിയിട്ട് നല്ല എന്താ പറയുക ഇന്ന് വെച്ച കറി നാളത്തേക്കാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴത്തേക്കാണ് നമ്മളെ രാവിലത്തെ വീടിൻ്റെ സീൻ ഇങ്ങനെ ആയത് കേട്ടോ. ഒരു മരം വീണിട്ട് ഷീറ്റിൻ്റെ പകുതി ഭാഗം അങ്ങോട്ട് പോയി. പകുതി ആ വീണ ഭാഗത്ത് കാരണം നല്ല എന്താ പറയുക അത്ര ഉറപ്പാണ് നമ്മൾ ഷീറ്റിന്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ രാവിലെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരമൊന്നുമില്ല ഡ്യൂട്ടിക്ക് പോകേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇൻസ്റ്റയിൽ രാവിലെ എടുത്തൊരു ഹലോ ഗൈസൊക്കെ എടുത്തിട്ടേ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.